തിരുവചനം തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. സഭ നോമ്പ് കാലത്തിൻ്റെ ഇടയ്ക്ക് ആഘോഷിക്കുന്ന ഒരേ ഒരു തിരുനാൾ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ തിരുനാളാണ്. എന്താണ് വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ പ്രത്യേകത? ഇന്ന് നമ്മൾ ദൈവവചനത്തിൽ നിന്ന് തന്നെ ഇതിൻ്റെ അർത്ഥം കണ്ടെത്താനായിട്ടൊന്ന് ശ്രമിക്കുകയാണ്. ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ജോസഫ് ദാവീദിൻ്റെ ഗോത്രത്തിലും വംശത്തിലും പെട്ടവനാണ് എന്നതാണ്. യൗസേപ്പിതാവ് ദാവീദിൻ്റെ ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നു എന്ന് പ്രത്യേകം ദൈവത്തിൻ്റെ വചനം പറയുന്നു. ആ ഗോത്രത്തിൽപ്പെട്ട ജോസഫിൻ്റെ കുടുംബത്തിൽ പിറക്കുവാൻ യേശു തയ്യാറാകുന്നു. ഒറ്റ നോട്ടത്തിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലാകുന്നില്ല എങ്കിലും ഈ ഒറ്റ വാചകത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഞാൻ ഒരു കാര്യം മാത്രമേ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്വർഗത്തായിരുന്ന ദൈവപുത്രൻ, സ്വർഗത്തായിരുന്ന വചനം ചരിത്രത്തിൽ ആദ്യമായിട്ട് മനുഷ്യനായിട്ട് മാറി ഭൂമിയിലേക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ ദൈവം സ്വർഗത്തിരുന്നു കൊണ്ട് യുഗങ്ങൾക്ക് മുൻപ് തന്നെ ഭൂമിയിലേക്ക് നോക്കുകയാണ്. കാരണം സ്വർഗം മുഴുവനും ആരാധനയാണ്. ആരാധനയുടെ ഒരു ബഹളമാണ് സ്വർഗത്ത്. അത് വെളിപാട് പുസ്തകത്തിൽ കാണുന്നു. ഇടിമുഴങ്ങുന്നത് പോലെയും പെരുവെള്ളത്തിൻ്റെത് പോലെയുമുള്ള വലിയ ശബ്ദത്തോടെയാണ് അവിടുത്തെ സ്തുതിസ്തോത്രങ്ങൾ. മാലാഖമാർ പാട്ടുകൾ പാടുന്നു. ആരാധനയുടെ ഒരു അന്തരീക്ഷമാണ് സ്വർഗത്തിൽ. ആരാധനയുടെ ഒരു സുഗന്ധമാണ് സ്വർഗത്തിൽ. എവിടെ തിരിഞ്ഞാലും ആരാധനയാണ്. യേശയ്യായുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ കാണാം, പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞുകൊണ്ട് മുഖം മറച്ച് ദൈവത്തെ ആരാധിക്കുന്ന മാലാഖമാരുടെ ആരാധനയുടെ പോസ്റ്റർ. അപ്പോൾ ആരാധനയാണ് സ്വർഗത്തിൽ. ആരാധനയുടെ മധ്യത്തിലാണ് ദൈവം വസിക്കുന്നത്. ഈ ദൈവം ഭൂമിയിലേക്ക് മനുഷ്യനായിട്ട് കടന്നു വരുമ്പോൾ ദൈവം നോക്കുകയാണ് എവിടെയാണ് സ്വർഗത്തിൻ്റെ അന്തരീക്ഷമുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ദൈവം കണ്ട ഒരു വ്യക്തിയാണ് ദാവീദ്. ആരാധനയുടെ കാര്യത്തിൽ മാലാഖമാരെ പോലും വേണമെങ്കിൽ ഒന്ന് കിടപിടിച്ച് കളയാമെന്നുള്ള മനോഭാവത്തോടു കൂടി ആരാധിക്കുന്ന സമയത്ത് വസ്ത്രം ഉരിഞ്ഞു പോയപ്പോൾ അതുപോലും മറന്നുപോയി ദൈവത്തെ ആരാധിക്കുന്ന, സമാഗമ പേടകത്തിൻ്റെ മുമ്പിൽ, വാഗ്ദത്ത പേടകത്തിൻ്റെ മുൻപിൽ എല്ലാം മറന്ന് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ വസ്ത്രം ഉരിഞ്ഞു പോയതിൻ്റെ പേരിൽ ഭാര്യയായ മീഖാളിൻ്റെ വഴക്ക് കേൾക്കേണ്ടി വന്ന ദാവീദിനെ ദൈവം കണ്ടു. രാത്രി കൊട്ടാരത്തിൽ കിടന്നുറങ്ങുമ്പോഴും ദൈവത്തെ ആരാധിക്കുന്നതിനെ പറ്റിയാണ് ദാവീദിന് ചിന്ത. രാവും പകലും ദൈവത്തെ ആരാധിക്കാൻ കുറച്ചുപേരെ ആദ്യമായിട്ട് ദേവാലയത്തിലേക്ക് അപ്പോയിന്റ് ചെയ്യുന്നത് ദാവീദാണ്. ദാവീദ് ആരാധനയുടെ ഒരു മനുഷ്യനായിരുന്നു. ആരാധനാ വീരനായിരുന്നു ദാവീദ്. ആരാധിച്ച് പാട്ടുകൾ എഴുതിയ വ്യക്തിയാണ് ദാവീദ്. അതുകൊണ്ടാണ് ഇത്രമാത്രം സങ്കീർത്തനങ്ങൾ ദാവീദിന് എഴുതാനായിട്ട് സാധിച്ചത്. ദുഃഖവേളകളിൽ ദാവീദ് ആരാധിച്ചു, സഹനവേളകളിൽ ദാവീദ് ആരാധിച്ചു, ശത്രുക്കളാൽ വേട്ടയാടപ്പെട്ടപ്പോൾ ആരാധിച്ചു, സിംഹാസനത്തിൽ ഇരുന്നപ്പോൾ ആരാധിച്ചു, പാപത്തിൽ വീണ് കിടക്കുമ്പോഴും ആരാധിച്ചു. ഉയർച്ചയിലും താഴ്ചയിലും ദാവീദ് ദൈവത്തെ ആരാധിച്ചു. ആരാധന അവൻ്റെ ശ്വാസമായിരുന്നു. ആരാധന ദാവീദിൻ്റെ ഹൃദയമിടിപ്പായിരുന്നു. ദാവീദ് എന്ന് പറഞ്ഞാൽ ഒരു ആരാധനയായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം മനുഷ്യനാകാൻ തീരുമാനമെടുക്കുമ്പോൾ ഒരു കുടുംബം ദൈവത്തിന് വേണമായിരുന്നു. അതുകൊണ്ട് ആരാധനാ വീരനായ ദാവീദിൻ്റെ കുടുംബത്തിൽ ദൈവം ഇറങ്ങി വരികയാണ്. ആരാധനയുടെ മധ്യത്തിൽ കുടികൊള്ളുന്ന ദൈവം ആരാധനാ വീരനായ ദാവീദിൻ്റെ കുടുംബത്തിൽപ്പെട്ട ജോസഫിൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വരുവാൻ മനസ്സാകുകയാണ്. എന്ന് പറഞ്ഞാൽ അർത്ഥം, ദാവീദിനെ പോലെ തന്നെ ജോസഫും നമ്മുടെ യൗസേപ്പിതാവും ഒരു ആരാധനാ വീരനായിരുന്നു എന്നർത്ഥം. ആരാധിച്ച് ജീവിക്കുന്നവരാണ് ദാവീദിൻ്റെ കുടുംബത്തിൽപ്പെട്ടവർ. കാരണം വചനം ഇപ്രകാരം പറയുന്നു, ദാവീദിൻ്റെ വീണുപോയ കൂടാരം ഞാൻ വീണ്ടും പുനരുദ്ധരിക്കും, ഞാൻ വീണ്ടും കെട്ടി ഉയർത്തും, ഞാൻ വീണ്ടും നിർമ്മിക്കും. ഒരുപാട് കൂടാരങ്ങളുണ്ട്. സമാഗമ കൂടാരമുണ്ട്, പലതരത്തിലുള്ള കൂടാരമുണ്ട്. എന്നാൽ അതിനെക്കുറിച്ചൊന്നും പറയാതെ ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ ഞാൻ വീണ്ടും കെട്ടിപ്പൊക്കുമെന്ന് പറയുന്നത് എന്താണ്? ഈ ദാവീദിൻ്റെ കൂടാരം അത് ആരാധനയാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ സമരിയാക്കാരി സ്ത്രീയോട് യേശു പറയുന്നുണ്ട്, ദൈവം ആത്മാവാണ്, അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നവർ
ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. അങ്ങനെ ആരാധിക്കുന്നവരെയാണ് പിതാവ് അന്വേഷിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു കാര്യം ശ്രദ്ധിക്കണം. ആരാധിക്കുന്നവരുണ്ടോ എന്ന് ദൈവം അന്വേഷിക്കുന്നു. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരുണ്ടോ എന്ന് ദൈവം നോക്കിക്കൊണ്ട് നടക്കുന്നുവെന്ന് ദൈവപുത്രനായ യേശുക്രിസ്തു പറയുകയാണ്. അപ്പോൾ ആരാധനയുടെ ഒരു ഹൃദയം ജോസഫിന് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ദാവീദിന്റെ വീണുപോയ കൂടാരമെന്ന് പറയുന്നത് ദാവീദ് ആരാധിച്ചതുപോലെ ആരാധിക്കുന്നവർ പിന്നീട് ഉണ്ടായില്ല. എന്നാൽ പുതിയ നിയമ കാലഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ ദാവീദ് ആരാധിക്കുന്നത് പോലെ ആരാധിക്കുന്നവരെ നമ്മൾ കാണുന്നു. ജയിലിൻ്റെ ഉള്ളറയിൽ കിടന്ന് ശരീരം മുഴുവൻ രക്തമൊലിക്കുന്ന സമയത്ത് പൗലോസും സീലാസും ദാവീദിനെ കടത്തിവെട്ടുന്ന ആരാധന നടത്തുന്ന നമ്മൾ കാണുന്നു. ശരീരം മുഴുവൻ ചങ്ങലകളാൽ കെട്ടപ്പെട്ട് കിടക്കുമ്പോൾ തടവറയ്ക്കകത്തിരുന്ന് ദാവീദിനെ പോലെ ആരാധിക്കുന്ന പൗലോസും സീലാസും ദൈവശക്തിയെ ഇറക്കിക്കൊണ്ടുവരുന്നു. തടവറയിലുള്ളവർ സ്വതന്ത്രരാകുന്നു, അവർ യേശുവിനെ അറിയുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു കാര്യം ഉറപ്പാണ്, ജോസഫ് ദാവീദിന്റെ കുടുംബത്തിൽപ്പെട്ടവനായിരുന്നു എന്ന് പറഞ്ഞാൽ അവൻ ആരാധിക്കുന്ന കുടുംബത്തിൽപ്പെട്ടവനായിരുന്നു, അവൻ ആരാധനാ വീരനായിരുന്നു എന്നർത്ഥം. 2, നമ്മുടെ യൗസേപ്പ് പിതാവ് നീതിമാനായിരുന്നു. നീതിമാൻ എന്ന വാക്കിൻ്റെ അർത്ഥം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തു കൊടുക്കേണ്ട വ്യക്തികൾക്ക് ചെയ്യേണ്ടതുപോലെ ചെയ്യുന്നവൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തു കൊടുക്കേണ്ട വ്യക്തികൾക്ക് ചെയ്യേണ്ടതുപോലെ ചെയ്തു കൊടുക്കുന്നവനാണ് നീതിമാൻ എന്ന് പറഞ്ഞാൽ തൻ്റെ പ്രവൃത്തി മൂലം മറ്റു വ്യക്തികൾ വേദനിക്കുന്നത് ജോസഫിന് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. ജോസഫിനെ പറ്റി പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാണ്: ജോസഫ് നീതിമാനായിരുന്നു. എപ്പോഴും മറ്റുള്ളവരെക്കുറിച്ച് ജോസഫിനൊരു കരുതലുണ്ടായിരുന്നു, ജോസഫിനൊരു ചിന്തയുണ്ടായിരുന്നു. ജോസഫ് തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന വ്യക്തി ആയിരുന്നില്ല, പകരം ജോസഫ് മറ്റുള്ളവരെക്കുറിച്ച് കരുതുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് വിവാഹത്തിന് മുൻപ് തൻ്റെ ഭാര്യയാകാൻ പോകുന്ന മറിയം ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ സ്വാഭാവികമായും ജോസഫ് ചിന്തിച്ചത് കുഞ്ഞിൻ്റെ അപ്പൻ ഏതെങ്കിലും റോമാക്കാരായ പട്ടാളക്കാരായിരിക്കുമെന്നാണ് വിചാരിച്ചത്. കാര്യം ഇതൊരു അവിഹിതമായിട്ട് ജനിച്ചതാണെന്ന് ജോസഫ് സ്വാഭാവികമായിട്ടും ചിന്തിച്ചു. ജോസഫിൻ്റെ ഹൃദയം നീറിപ്പിടയുകയാണ്. തൻ്റെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടി ഗർഭിണിയാണ്. ഏത് പുരുഷനാണെങ്കിലും വേദനിക്കുന്ന നിമിഷം. പക്ഷേ അവൾ ഗർഭിണിയാണെന്ന് ജോസഫ് വിളിച്ചു പറഞ്ഞാൽ സമൂഹം അവളെ കല്ലെറിഞ്ഞു കൊല്ലും. അവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും ജോസഫ് അത് പുറത്തു പറയാതെ, മറിയത്തിൻ്റെ പുറത്തൊരു കല്ല് പോലും വീഴാൻ അനുവദിക്കാതെ ജോസഫ് നിശബ്ദനായി അവിടെ നിന്നും സ്ഥലം വിടാൻ പോവുകയാണ്. എനിക്കിത് ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല. കാരണം ജോസഫിൻ്റെ ഹൃദയത്തിലെ സ്നേഹം എത്ര വലുതാണ്. ജോസഫ് തൻ്റെ പണിയായുധങ്ങളെല്ലാം പാക്ക് ചെയ്ത് അതെല്ലാം ഒരു സഞ്ചിയിൽ പൂട്ടിക്കെട്ടി ആ സ്ഥലം തന്നെ വിട്ടുപോകാൻ തീരുമാനിക്കുകയാണ്. പ്രഭാതത്തിൽ നാട്ടുകാർ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ജോസഫിൻ്റെ പണിശാലയിൽ ജോസഫ് ഇല്ല. ജോസഫ് നാട് വിട്ടു പോയിരിക്കുന്നു. എല്ലാവരും ജോസഫിനെ തെറി വിളിക്കും, എല്ലാവരും ജോസഫിനെ ചീത്ത വിളിക്കും, എല്ലാവരും ജോസഫിനെ പറ്റി മോശമായത് പറയും. ജോസഫിനത് പ്രശ്നമല്ലായിരുന്നു. പക്ഷെ മറിയത്തെപ്പറ്റി ആരും മോശമായിട്ട് പറയരുത്, മറിയത്തിൻ്റെ പുറത്ത് ആരും കല്ലെടുത്തെറിയരുത്, മറിയത്തിന് വേദനയുണ്ടാകരുത്. അവൾ ഗർഭിണിയായിരിക്കാം, സാരമില്ല, പക്ഷെ അവൾക്ക് വേദനിക്കരുത്, അതുകൊണ്ട് ഞാൻ ദൂരേക്ക് പൊയ്ക്കോളാമെന്ന് പറഞ്ഞ് അത്ര വലിയൊരു ത്യാഗത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ജോസഫ് തയ്യാറെടുക്കുകയാണ്. ഒരുപക്ഷെ പ്രഭാതത്തിൽ 4 മണിക്ക് എഴുന്നേറ്റ് തൻ്റെ സഞ്ചിയും ഉപകരണങ്ങളുമായി ദൂരദേശത്തേക്ക് പോകാൻ പ്ലാൻ ഇട്ടുകൊണ്ട് എല്ലാം കെട്ടിപ്പൂട്ടി ജോസഫ് കിടന്നുറങ്ങുകയാണ്. ആ ഉറക്കത്തിൽ ദൈവം സംസാരിക്കുകയാണ്. ഒരു ദൂതനെ അയച്ചുകൊണ്ട് ദൈവം ഇപ്രകാരം വെളിപ്പെടുത്തുന്നു: അല്ലയോ ജോസഫേ, നീ ശങ്കിക്കേണ്ട, നിന്റെ ഭാര്യയായ മറിയം ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും, അത് ലോകരക്ഷകനാണ്. ഇതാ പ്രിയപ്പെട്ടവരെ, നീതിമാനായ ഒരു വ്യക്തിക്ക് വേണ്ടി ദൈവം ഇടപെടുകയാണ്. നീതിമാനായ ഒരു വ്യക്തി നിലവിളിക്കുമ്പോൾ ദൈവം ഇടപെടുകയാണ്. നീതിമാനായ ഒരു വ്യക്തി ദുഃഖിക്കുമ്പോൾ കർത്താവ് ഇറങ്ങി വരികയാണ്. ഡാനിയലിനെ പറ്റി ഇപ്രകാരം ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്: തൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചിരുന്നത് മൂലം ഡാനിയലിന് ഒരു പോറൽ പോലും വരുവാൻ ദൈവം അനുവദിച്ചില്ല എന്ന്. സിംഹങ്ങളുടെ വായടച്ച് കളഞ്ഞുകൊണ്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാണ്: ഡാനിയൽ നീതിമാനായിരുന്നു. ഡാനിയൽ സിംഹക്കുഴിയിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ സിംഹങ്ങൾക്ക് കിട്ടിയത് ഡാനിയലിൻ്റെ മണമായിരുന്നില്ല, പരിശുദ്ധാത്മാവിൻ്റെ മണമായിരുന്നു. മനുഷ്യ മാംസത്തിൻ്റെ ഗന്ധം സിംഹങ്ങൾക്ക് കിട്ടിയില്ല. നീതിമാനായിരുന്ന ഡാനിയലിനെ ദൈവത്തിൻ്റെ ആത്മാവ് പൊതിഞ്ഞു പിടിച്ചിരുന്നതിനാൽ സിംഹങ്ങൾക്ക് കിട്ടിയത് ദൈവത്തിൻ്റെ മണമാണ്. ദൈവത്തിൻ്റെ മണം കിട്ടിയ സിംഹങ്ങൾ അവിടെ പൂച്ചകളെപ്പോലെ ഇരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെ ദൈവം നീതിമാന്മാരാകാൻ വിളിക്കുന്നു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ, നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം
കൂട്ടിച്ചേർത്ത് നൽകാമെന്ന് മത്തായി സുവിശേഷം 6-ാം അധ്യായം 33-ാമത്തെ തിരുവചനത്തിൽ നല്ല നാഥനായ യേശു ക്രിസ്തു വിളിച്ചു പറയുന്നുണ്ട്. നമ്മൾ പലപ്പോഴും അവിടുത്തെ രാജ്യം അന്വേഷിക്കുന്നുണ്ട്, പക്ഷെ നീതി അന്വേഷിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ നീതി എൻ്റെ ജീവിതത്തിൽ വേണം എന്ന് നമ്മൾ ഒരു വാശി പിടിക്കാറുണ്ടോ? അതുകൊണ്ടാണ് മലയിലെ പ്രസംഗത്തിൽ മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ യേശു പറഞ്ഞത്, നീതിക്കു വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ സംതൃപ്തരാക്കപ്പെടും. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നീതി നിറവേറണമെന്ന് കൊതിച്ച് പ്രാർത്ഥിക്കുന്നവരെ, അത് ചെയ്യാൻ സാധിക്കാതെ പരാജയപ്പെട്ട് കിടക്കുമ്പോൾ കരയുന്നവരെ, നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവരെ, നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കിട്ടും, നിങ്ങൾ തൃപ്തരാക്കപ്പെടും എന്ന് പറയുകയാണ്. അതെ, ജോസഫ് നീതിമാനായിരുന്നു. മൂന്നാമതായി, ജോസഫ് നിശബ്ദതയെ സ്നേഹിച്ച വ്യക്തിയാണ്. ഇത് പ്രിയപ്പെട്ടവരെ, ബഹളത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ നമുക്ക് വലിയൊരു പാഠമാണ്. ജോസഫ് സംസാരിച്ചതായിട്ട് ബൈബിളിൽ ഒരൊറ്റ വചനം പോലും രേഖപ്പെടുത്തുന്നില്ല. ജോസഫിൻ്റെ വായിൽ നിന്ന് വന്ന ഒരു വചനം പോലും ബൈബിളിൽ ഇല്ല. ജോസഫ് സംസാരിക്കാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ പരിശുദ്ധാത്മാവ് അത് മനഃപൂർവ്വം അത് ചെയ്തു വച്ചിരിക്കുകയാണ്. ഒറ്റ വചനം പോലും രേഖപ്പെടുത്തിയിട്ടില്ല. എത്രയോ മനുഷ്യരുടെ വചനങ്ങൾ, ഈവൻ പിശാച് പറഞ്ഞ കാര്യം പോലും ബൈബിളിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പിശാച് അങ്ങനെ പറഞ്ഞു, പക്ഷെ ജോസഫ് പറഞ്ഞതായിട്ടൊന്നുമില്ല. എന്താ കാര്യം? ജോസഫ് നിശബ്ദതയുടെ മനുഷ്യനായിരുന്നു, ആന്തരിക നിശബ്ദതയുടെ മനുഷ്യനായിരുന്നു. ജോസഫ് ബ്ലാ 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 പറയുന്ന ആളല്ലായിരുന്നു. ജോസഫ് ഒരു നിശബ്ദത സൂക്ഷിക്കുന്ന വ്യക്തിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്നും മിണ്ടണ്ട എന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്, പകരം നമ്മുടെ ആത്മാവിൽ ഒരു നിശബ്ദത ഉണ്ടായിരിക്കണം. നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും നമ്മുടെ ആത്മാവ് ആഴക്കടൽ പോലെ ശാന്തമായിരിക്കണം. നമുക്കറിയാം, ആഴമില്ലാത്ത കടൽ, തീരക്കടൽ, എല്ലാ തിരകളും അടിക്കുന്നത് തീരത്താണ്. എന്നാൽ ആഴക്കടലിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരനക്കവുമില്ല, അത് ശാന്തമാണ്, പ്രശാന്തമാണ്, ഒരനക്കവുമില്ലാതെ കിടക്കുകയാണ്. ആഴമുള്ള വ്യക്തികൾ നിശബ്ദത സൂക്ഷിക്കുന്നവരാണ്. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നിശബ്ദതയുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. ഒരിക്കൽ ഒരു ഇന്ത്യക്കാരൻ അമേരിക്കയിൽ ന്യൂയോർക്കിൻ്റെ തെരുവുകളിലൂടെ നടന്നു പോവുകയാണ്. കൂടെ ഒരു കൂട്ടുകാരനുമുണ്ട്. ഈ ന്യൂയോർക്ക് എന്ന് പറയുന്നത് അമേരിക്കയിലെ തന്നെ ഏറ്റവും തിരക്കുള്ള പട്ടണങ്ങളിലൊന്നാണ്. കാറ് പോകുന്നു, ബസ് പോകുന്നു, വണ്ടികൾ പോകുന്നു, ആകപ്പാട് ബഹളമാണ്. വണ്ടികൾ പോകുന്നതിൻ്റെ ശബ്ദം കാരണം നിൽക്കാൻ പറ്റുന്നില്ല. ഇവർ രണ്ടുപേരും സംസാരിച്ച് ഇപ്പുറത്തു കൂടെ നടന്നു പോവുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഈ ഇന്ത്യക്കാരൻ പറഞ്ഞു, ഒരു മിനിറ്റ്, ഞാൻ ചീവീടിൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ ചീവീടിൻ്റെ ശബ്ദം കേൾക്കുന്നു. അപ്പം മറ്റേയാൾ പറഞ്ഞടാ, കാറിൻ്റെ ശബ്ദം കാരണം വേറെ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല, എന്തൊരു ബഹളമാണ്, അപ്പുറത്ത് കൂടെ പോകുന്ന കാറും ബസ്സും എല്ലാം കൂടെ ടേ 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 എന്ന് കേട്ടുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയാണ് നീ ചീവീടിൻ്റെ ശബ്ദം, ഒന്നും ഉണ്ടായിരിക്കും, നിനക്ക് തോന്നുന്നതായിരിക്കും. അവൻ പറഞ്ഞു, അല്ല, ഞാൻ ചീവീടിൻ്റെ ശബ്ദം കേൾക്കുന്നു, ഇപ്പം വരാമെന്ന് പറഞ്ഞ് അവൻ ആദ്യം മുന്നോട്ട് പോയി അല്പനേരം ഇടത്തോട്ട് നടന്നു, പിന്നീട് അവൻ വലത്തോട്ട് നടന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു. ഒടുവിൽ ഒരു ഇടവഴിയിലൂടെ കടന്നു ചെന്നു. അവിടെ എല്ലാം അന്വേഷിച്ചിട്ട് ഒരു മരത്തിൻ്റെ ചെറിയ ഒരു വേരിൻ്റെ മുകളിലിരിക്കുന്ന ചീവീടിനെ അവൻ ചാടിക്കേറി പിടിച്ചു. അവൻ കൊണ്ടുവന്നു. കൂട്ടുകാരൻ അത്ഭുതപ്പെട്ടു പോയി. അവൻ ചോദിച്ചേടാ, ഇത്രമാത്രം ഈ വണ്ടികൾ പോകുന്ന ബഹളത്തിൻ്റെ ഇടയ്ക്ക് ഈ ചെറിയ ചീവീടിൻ്റെ ശബ്ദം നീ എങ്ങനെയാണ് കേട്ടത്? നിനക്കെങ്ങനെയാണ് ഇത് മനസ്സിലായത്? അപ്പോൾ ഇന്ത്യക്കാരൻ പറഞ്ഞു, ഞാൻ ചീവീടുകളെക്കുറിച്ച് പഠിക്കുന്ന ഒരു വ്യക്തിയാണ്, ഞാനിതിൽ PhD എടുക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ചീവീടുകളുടെ ശബ്ദത്തെക്കുറിച്ചും മറ്റും പഠനം നടത്താനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം എൻ്റെ മനസ്സിൽ എപ്പോഴും ഈ ചീവീടുണ്ട്. ഞാൻ എന്തെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ ചീവീടുകളെക്കുറിച്ചുള്ള ഒരു പ്രത്യേക ശ്രദ്ധയുണ്ട്. അതുകൊണ്ട് ആ ശാന്തത ഞാൻ സൂക്ഷിക്കുന്നതിനാൽ ചീവീടുകൾ എവിടെ നിന്ന് ശബ്ദിച്ചാലും എനിക്ക് മനസ്സിലാകും. കാരണം ബഹളങ്ങളെ എൻ്റെ ഉള്ളിലേക്ക് ഞാൻ കടത്തിവിടുന്നില്ല. എൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു ശാന്തതയുണ്ട്. അതുകൊണ്ടാണ് ചീവീടിൻ്റെ ഈ ശബ്ദം തിരക്കിൻ്റെ ഇടയിലും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളുടെ ഉള്ളിൽ ബഹളം മാത്രം നിറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ അനുഭവിക്കാൻ സാധിക്കുന്നില്ല. ജോസഫ് നിശബ്ദതയുടെ മനുഷ്യനാണ്, മൗനത്തിൻ്റെ മനുഷ്യനാണ്, ആന്തരികതയുടെ മനുഷ്യനാണ്, ആഴമേറിയ ആത്മീയ ജീവിതത്തിൻ്റെ മനുഷ്യനാണ്. പരിശുദ്ധ അമ്മയെപ്പറ്റിയും ഇപ്രകാരം പറയുന്നുണ്ട്, അവൾ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇവരുടെ കുടുംബജീവിതം എങ്ങനെയായിരുന്നു കാണും. പരിശുദ്ധ അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. ജോസഫാണ് ഒന്നും മിണ്ടുന്നുമില്ല. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വിധത്തിലുള്ള ബഹളമോ ശബ്ദമുയർത്തലോ തർക്കങ്ങളോ ബഹളങ്ങളോ വഴക്കുകളോ ഇല്ല എന്നർത്ഥം. രണ്ടുപേരും മൗനത്തിൻ്റെ ആളുകളാണ്. രണ്ടുപേരും ഹൃദയത്തിൽ ശാന്തതയുള്ളവരാണ്, നിശബ്ദതയുള്ളവരാണ്. ദൈവം നമ്മളെ വിളിക്കുകയാണ്. നമുക്ക് യൗസേപ്പ് പിതാവിനോട് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ
യൗസേ പിതാവിൻ്റെ ഈ ക്വാളിറ്റി നമ്മുടെ ജീവിതത്തിൽ വേണം. നമ്മൾ കരിസ്മാറ്റിക്കുകാർ സ്തുതിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു, നല്ലതാണ്. ഉച്ചത്തിലുള്ള സ്തുതിപ്പ് ദൈവത്തിന് ഇഷ്ടമാണ്, ആരാധന ദൈവത്തിന് ഇഷ്ടമാണ്. പക്ഷെ അകത്തൊരു ശാന്തത, ആത്മാവിൻ്റെ ഉള്ളിൽ ഒരു നിശബ്ദത നമ്മൾ പരിശീലിച്ചെടുക്കണം. അത് വ്യക്തിപരമായ പ്രാർത്ഥനാ വേളയിൽ നമുക്ക് കിട്ടേണ്ട വലിയ ഒരു അനുഗ്രഹമാണ്. നാലാമതായിട്ട് വിശുദ്ധ യൗസേ പിതാവ് തൻ്റെ തൊഴിലിനെ സ്നേഹിച്ച വ്യക്തിയാണ്. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങളുടെ ജോലി എന്ത് തന്നെയായാലും അത് മനുഷ്യനെ പ്രതിയല്ല, കർത്താവിനെ പ്രതി ഹൃദയപരമാർത്ഥതയോടെ ചെയ്യുവിൻ. കർത്താവായ ദൈവത്തിൽ നിന്നും നിങ്ങൾക്ക് അനുഗ്രഹം അവകാശമായി ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ജോലി എന്ത് തന്നെയായാലും നിങ്ങളത് ഹൃദയ പരമാർത്ഥതയോടെ ചെയ്യുവിൻ. ദൈവത്തിന് വേണ്ടി ചെയ്യുന്നത് പോലെ ചെയ്യുവിൻ. മനുഷ്യർക്ക് വേണ്ടി ചെയ്യുന്നത് പോലെയല്ല, ദൈവത്തിന് വേണ്ടി ചെയ്യുന്നത് പോലെ. പ്രിയപ്പെട്ടവരെ, ജോസഫ് ഒരു തച്ചനായിരുന്നു. അദ്ദേഹം ഒരു IAS കാരനോ ഡോക്ടറോ കളക്ടറോ ഒന്നും ആയിരുന്നില്ല. അദ്ദേഹം ഒരു തച്ചനായിരുന്നു. എന്നാൽ ആ തൊഴിലിൽ അദ്ദേഹം പരിപൂർണമായ ആത്മാർത്ഥത പുലർത്തി. ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ എന്ന് ജനങ്ങൾ പറയുമ്പോൾ അതിൻ്റെ അകത്ത് എല്ലാ അർത്ഥവുമുണ്ട്. എല്ലാ അർത്ഥത്തിലും ജോസഫ് ഒരു തച്ചനായിരുന്നു. ജോസഫ് പേരുകെട്ട തച്ചൻ തന്നെയായിരുന്നു. ജോസഫിൻ്റെ ജോലിയിൽ കള്ളത്തരമില്ലായിരുന്നു. അവൻ കള്ളവേല ചെയ്യുന്നവനല്ലായിരുന്നു. അവൻ ഉഴപ്പുന്നവനായിരുന്നില്ല, അലസനായിരുന്നില്ല, ആത്മാർത്ഥം നിറഞ്ഞവനായിരുന്നു. അവൻ തൊഴിൽ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നു എന്നതുപോലെ ചെയ്തു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിനെ വളർത്തിക്കൊണ്ടുവരുവാൻ കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കി അധ്വാനിച്ച് കുടുംബം പോറ്റുന്ന ജോസഫിനെ തൊഴിലിൻ്റെ മധ്യസ്ഥനായി, തൊഴിലാളികളുടെ മധ്യസ്ഥനായി തിരുസഭ നമ്മുടെ മുമ്പിൽ ഉയർത്തി കാണിക്കുകയാണ്. എൻ്റെ മനസ്സിലേക്ക് ഒരു സംഭവം ഓടി വരികയാണ്. വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ മിഷിഗൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഹെൻറി ഫോർഡിന് ഒരു വലിയ കാർ കമ്പനി സ്ഥാപിക്കേണ്ടതായിട്ട് വന്നു. വലിയൊരു കാറുകൾ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. പക്ഷെ അവിടെ വലിയ ജനറേറ്ററുകൾ വേണമായിരുന്നു. അദ്ദേഹം കുറേ നേരം ആലോചിച്ചു, ആർക്കാണ് ഈ ജനറേറ്റർ ഉണ്ടാക്കി തരാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ അദ്ദേഹം ഒത്തിരി ആലോചിച്ചതിന് ശേഷം ഒരു മനുഷ്യനെ അദ്ദേഹം കണ്ടെത്തി. ഈ മനുഷ്യൻ്റെ പേര് ചാൾസ് എന്നായിരുന്നു. ചാൾസ് സ്റ്റെയിൻമെറ്റ്സ് എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. ഇദ്ദേഹം ഒരു കുള്ളനായിരുന്നു. വിവാഹം കഴിച്ച വ്യക്തിയായിരുന്നില്ല. ഏതാണ്ട് 4 അടി മാത്രമേ പൊക്കമുണ്ടായിരുന്നുള്ളൂ. ഒരു പ്രത്യേക പാരമ്പര്യ രോഗം മൂലം അദ്ദേഹത്തിൻ്റെ കൈകളും കാലുകളും ശരീരവും എല്ലാം കുറുകിപ്പോയിരുന്നു. ഒരു കുള്ളനായ കുഞ്ഞു മനുഷ്യനായിരുന്നു. അതിൻ്റെ കൂടെ കൂനുമുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം അതീവ ബുദ്ധിമാനായിരുന്നു. ഒരു ഗണിതശാസ്ത്രജ്ഞനായിരുന്നു, മാത്തമാറ്റീഷ്യനായിരുന്നു, ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറുമായിരുന്നു. ചാൾസ് ഇവിടെ കടന്നു വന്ന് ഈ കമ്പനിയുടെ അകത്ത് പടുകൂറ്റൻ ജനറേറ്ററുകൾ സ്ഥാപിക്കുകയാണ്. കഷ്ടപ്പെട്ട് അദ്ദേഹവും ജോലിക്കാരും കൂടെ വന്ന് പടുകൂറ്റൻ ജനറേറ്ററുകൾ സ്ഥാപിച്ചു. ഹെൻറി ഫോർഡിന് വലിയ സന്തോഷമായി. പക്ഷെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ ജനറേറ്ററുകളെല്ലാം പെട്ടെന്ന് നിന്നുപോയി. അദ്ദേഹം കുറേയേറെ ജോലിക്കാരെ കൊണ്ടുവന്നു. ജോലിക്കാർ തലങ്ങും വിലങ്ങും നോക്കിയിട്ടും ജനറേറ്റർ സ്റ്റാർട്ടാകുന്നില്ല. ഒടുവിൽ അദ്ദേഹം ചാൾസ് സ്റ്റെയിൻമെറ്റ്സിനെ തന്നെ വിളിക്കാൻ തീരുമാനിച്ചു. ചാൾസ് സ്റ്റെയിൻമെറ്റ്സ് കുറച്ച് ഉപകരണമായിട്ട് കടന്നു വന്നു. അവിടെ ഇവിടെ എല്ലാം തട്ടി നോക്കി, എന്തോ ചെയ്തു. ജനറേറ്ററുകളെല്ലാം പ്രവർത്തിക്കാൻ തുടങ്ങി. പോകാൻ നേരം $10,000 ബില്ലെടുത്ത് അദ്ദേഹം ഹെൻറി ഫോർഡിൻ്റെ കയ്യിലോട്ട് കൊടുത്തു. ഹെൻറി ഫോർഡ് ഞെട്ടിപ്പോയി. ഹെൻറി ഫോർഡ് വലിയ സമ്പന്നനായിരുന്നെങ്കിലും ഒരു 10 മിനിറ്റ് ജോലി ചെയ്തതിന് $10,000 അടിച്ചു കിട്ടിയത് അദ്ദേഹത്തിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം പൈസ അയച്ചു കൊടുക്കുന്ന സമയത്ത്, ചെക്ക് അയച്ചു കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഒരു കുറിപ്പും കൂടെ വെച്ച് കൊടുത്തു. 10 മിനിറ്റ് നേരം തട്ടിയും മുട്ടിയും നിന്നതിന് ഇതാ $10,000 ഞാൻ അയക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചെക്കിൻ്റെ കൂടെ ഒരു കത്തും കൂടെ അയച്ചു. ചാൾസ് സ്റ്റെയിൻമെറ്റ്സ് അതിന് തിരിച്ച് വേറൊരു ബില്ലാണ് അയച്ചത്. 10 മിനിറ്റ് നേരം തട്ടിയും മുട്ടിയും നിന്നതിന് $50. എവിടെയാണ് തട്ടുകയും മുട്ടുകയും ചെയ്യേണ്ടതെന്ന് തലകൊണ്ട് ചിന്തിച്ചതിന് $9,950. 10 മിനിറ്റ് നേരം യന്ത്രത്തിൽ തട്ടിയതിന് $50. എന്നാൽ എവിടെയാണ് കൃത്യമായിട്ട് തട്ടേണ്ടതെന്ന് എൻ്റെ തല കൊണ്ട് ഞാൻ ചിന്തിച്ചതിന് $9,950. എന്നിട്ട് താഴെ എഴുതി, തൊഴിലിനെ താങ്കൾ ഒരിക്കലും വില കുറച്ച് കാണരുത്. തൊഴിലിനെ താങ്കൾ ഒരിക്കലും വില കുറച്ച് കാണരുത്. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, എല്ലാ തൊഴിലും ദൈവത്തിന് പ്രിയപ്പെട്ടതാണ്. വെള്ളക്കാരുടെ ഇടയിൽ നമ്മുടെ ഇന്ത്യയിൽ ഇല്ലാത്തൊരു പ്രത്യേകതയുണ്ട്. എല്ലാ തൊഴിലിനും അവർ മാന്യത കൽപ്പിക്കുന്നുണ്ട്. ഏത് ജോലിക്കാരനോടും ജോലി ചെയ്ത് ജീവിക്കുന്ന വ്യക്തികളെ വെള്ളക്കാർക്ക് വലിയ ഇഷ്ടമാണ്. വെള്ളക്കാർ ഒരുപാട് കാലം ഇന്ത്യ ഭരിച്ചിട്ടും അവരുടെ ആ ഒരു ഗുണം ഇന്ത്യയിൽ വന്നില്ല. കാരണം എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ വെള്ളക്കാർക്ക് എല്ലാ തൊഴിലിനോടും, കള്ളന്മാരോടും പിടിച്ചു പറിക്കാരോടുമാണ് അവർക്ക് ഇഷ്ടമില്ലാത്തത്. കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന എല്ലാവരെയും അവർ ബഹുമാനിക്കുന്ന ഒരു സംസ്കാരമുണ്ട്. ഇതാ
ഔസേ പിതാവിലൂടെ ദൈവം ഈ സത്യം നമ്മളെ പഠിപ്പിക്കുന്നു. എല്ലാ തൊഴിലിനെയും ദൈവം മാനിക്കുന്നു. അടുത്തതായിട്ട് ഔസേ പിതാവിൻ്റെ ആത്മാവ് ദൈവത്തോട് എപ്പോഴും ട്യൂൺഡായിരുന്നു എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ കിടക്കുമ്പോൾ പോലും ദൈവം സംസാരിച്ചാൽ കേൾക്കുന്ന ഒരു മനുഷ്യൻ, ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും ദൈവത്തിൻ്റെ ആത്മാവിനോട് ട്യൂൺ ചെയ്ത് കിടക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം സിനിമാ താരങ്ങളെപ്പറ്റി ചിന്തിച്ചുകൊണ്ടല്ല കിടക്കുന്നത്, അദ്ദേഹം നാടകത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ടല്ല കിടക്കുന്നത്, അദ്ദേഹം എതിർലിംഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയെപ്പറ്റി ചിന്തിച്ചുകൊണ്ടല്ല കിടക്കുന്നത്, ആർക്കിട്ട് പാര വയ്ക്കാമെന്ന് ചിന്തിച്ചുകൊണ്ടല്ല കിടക്കുന്നത്. അദ്ദേഹം ഉറങ്ങാൻ കിടക്കുമ്പോൾ ദൈവത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അദ്ദേഹം കിടക്കുന്ന സമയത്തെല്ലാം ദൈവത്തെപ്പറ്റി ചിന്തിച്ച് 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 കിടന്നുറങ്ങി. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ, സ്വപ്നങ്ങളിൽ ദൈവം നിറഞ്ഞു നിന്നു. അതുകൊണ്ട് എന്താണ്, ദൈവത്തിന് കൃത്യമായിട്ട് സംസാരിക്കാൻ സാധിക്കുന്നു. ജോസഫേ, നിന്റെ ഭാര്യയെ സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട, അവൾ ഗർഭം ധരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനാലാണ്. വീണ്ടും ഹെറോദേസ് 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ വധിക്കാൻ തുടങ്ങുമ്പോൾ ജോസഫിന്റെ ഉറക്കത്തിൽ ദൈവദൂതൻ കടന്നു വന്നിട്ട് പറയുന്നു, വേഗം കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടുക, അമ്മയെ കൂടെ കൂട്ടിക്കൊണ്ടു പോവുക, ഈജിപ്തിലേക്ക് ഓടിക്കൊള്ളുക. ഹെറോദേസ് കുഞ്ഞുങ്ങളുടെ തലവെട്ടാൻ കടന്നു വരുന്നു. പ്രിയപ്പെട്ടവരെ, ഉറങ്ങിക്കിടക്കുമ്പോഴും ഉണരുമ്പോഴും ദൈവത്തോട് കൂടെ ജീവിച്ച ഒരു മനുഷ്യൻ, ഹെനോക്ക് ദൈവത്തോടു കൂടെ ജീവിച്ചതുപോലെ ഇതാ പുതിയ നിയമത്തിൽ നമ്മൾ കാണുകയാണ്, നമ്മുടെ ഔസേ പിതാവ് ദൈവത്തോട് കൂടെ ജീവിച്ചു. അവൻ്റെ ഹൃദയം, അദ്ദേഹത്തിൻ്റെ ഹൃദയം എപ്പോഴും ദൈവത്തോട് ട്യൂൺഡായിരുന്നു. നമ്മൾ ഈ ശാലോം TV ഓൺ ചെയ്യാനായിട്ട് നമ്മൾ ചാനലുകൾ മാറ്റണം. ഏതെങ്കിലും ചാനലിൽ പിടിച്ച് ഞെക്കിയാൽ ശാലോം TV കിട്ടത്തില്ല. ഞങ്ങളുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക നമ്പറുണ്ട്, നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഒരു പ്രത്യേക നമ്പറുണ്ട്. ആ നമ്പറിൽ നമ്മൾ പിടിച്ച് അമർത്തുമ്പോഴാണ് ശാലോം TV തെളിഞ്ഞു വരുന്നത്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും TV ഒക്കെ തെളിഞ്ഞു വരും. ചിലപ്പോൾ അശ്ലീലമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും വരുന്നത്. അപ്പം ട്യൂണിങ് കറക്റ്റ് ആയാൽ മാത്രമേ നമുക്ക് ശാലോം TV കിട്ടത്തുള്ളൂ. ഇതുപോലെ ദൈവവുമായിട്ട് നമ്മൾ ട്യൂൺഡാകാൻ പഠിക്കണം. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഇതാ ദൈവത്തോട് ഒട്ടി നിന്ന മനുഷ്യൻ, ദൈവത്തോട് ചേർന്ന് നിന്ന മനുഷ്യൻ, ദൈവത്തെ അള്ളിപ്പിടിച്ച് നടന്ന മനുഷ്യൻ അവസാനമായി ദൈവരാജ്യത്തിലെ തൻ്റെ ജോലി എന്താണെന്നും തൻ്റെ പൊസിഷൻ എന്താണെന്നും തൻ്റെ ശുശ്രൂഷ എന്താണെന്നും വ്യക്തമായി മനസ്സിലാക്കി അതുമാത്രം ചെയ്ത് പരാതികളില്ലാതെ കടന്നുപോയ മനുഷ്യൻ. ഇന്നത്തെ ഒരു വലിയ പ്രശ്നം ആ വ്യക്തിക്കുള്ളത് എനിക്ക് കിട്ടുന്നില്ല എന്നുള്ള നിലവിളിയാണ്. അവനുള്ളത് എനിക്ക് ദൈവം തരുന്നില്ല. ഇതാണ് എൻ്റെയും നിങ്ങളുടെ പ്രശ്നം. പക്ഷേ ജോസഫിന് അറിയാമായിരുന്നു, മറിയത്തിൻ്റെ പുറകിൽ മറഞ്ഞു നിന്നുകൊണ്ട് മറിയത്തെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മിനിസ്ട്രിയാണ് ദൈവം എനിക്ക് വിളിച്ചിരിക്കുന്നത്. മറിയം വലിയവളാണ്. യേശുവിനെ പറ്റി ജനങ്ങൾ പറയും, നിന്നെ പാലൂട്ടിയ മുലകളും നിന്നെ വഹിച്ച ഉദരവും ഭാഗ്യമുള്ളവ. എന്നെപ്പറ്റി ചിലപ്പോൾ അങ്ങനെ ആരും പറഞ്ഞെന്ന് വരത്തില്ല, എങ്കിലും സാരമില്ല. ദൈവപുത്രന്റെ അമ്മയായ മറിയത്തെ പോറ്റുവാൻ, ഒരു തുണയായി നിൽക്കുവാൻ, ഒരു ഭർത്താവായി കൂടെ നിൽക്കാൻ, ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ ആഹാരവും വസ്ത്രവും കൊടുത്ത് വളർത്തിക്കൊണ്ടുവരുവാൻ, എല്ലുമുറിയെ പണി ചെയ്ത് കുടുംബം പുലർത്തുവാൻ, നിശബ്ദനായി ദൈവരാജ്യം വളർത്തുവാൻ, വചനം മാംസമായി വന്നപ്പോൾ പ്രായമാകുന്നത് വരെ വളർത്തിക്കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തമാണ് ദൈവം തനിക്ക് തന്നിരിക്കുന്ന അറിഞ്ഞപ്പോൾ യൗസേ പിതാവ് അത് സന്തോഷത്തോടുകൂടെ ചെയ്തു. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ഒരു കയ്യടി നേടുവാൻ ഔസേ പിതാവ് ജീവിച്ചിരിപ്പില്ല. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ഒരു അത്ഭുതം കാണാൻ ആ മനുഷ്യന് ഭാഗ്യമുണ്ടായില്ല. കാനായിലെ കല്യാണത്തിൽ വെള്ളം വീഞ്ഞാകുമ്പോൾ അത് കണ്ട് കണ്ണുനീർ വാർക്കാൻ ജോസഫ് ഇല്ല. ജോസഫ് അതിനു മുമ്പേ കടന്നു പോവുകയാണ്. തന്നെ ദൈവം ഏൽപ്പിച്ച ജോലി ഒരു പരാതികളുമില്ലാതെ കൃത്യമായി ആമേൻ എന്ന് പറഞ്ഞുകൊണ്ട് അനുസരിച്ച ജോസഫ് യേശുവിനെ ലോകത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുകയാണ്. എന്തിനു പറയുന്നു, യേശുവിൻ്റെ ജനനം ബെത്ലഹേമിൽ സംഭവിക്കുന്നതിന് തന്നെ വലിയൊരു കാരണമായി തീരുന്നത് കഴുതപ്പുറത്ത് ഭാര്യയെ ഇരുത്തി സന്തോഷത്തോടുകൂടെ ദൈവമേൽപ്പിച്ച ശുശ്രൂഷയിൽ ഒരു താങ്ങായി നിന്ന് ജോസഫ് കൂടെ പോകുന്നത് കൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ? അതേ, ദൈവം നമ്മളെ എന്ത് ചെയ്യാൻ പറയുന്നു അതുമാത്രം പരാതികളില്ലാതെ ചെയ്യുവാൻ ദൈവം നമ്മളെ വിളിക്കുകയാണ്. കുടുംബജീവിതത്തിൽ മക്കളെ വളർത്തിക്കൊണ്ട് വരാനാണെങ്കിൽ അത് നമ്മൾ ചെയ്യുന്നു. സഭയിൽ എന്തെങ്കിലും ശുശ്രൂഷയാണെങ്കിൽ അത് നമ്മൾ ചെയ്യുന്നു. പള്ളി കമ്മിറ്റിയിൽ പ്രവർത്തിക്കാനാണെങ്കിൽ അത് നമ്മൾ ചെയ്യുന്നു. വികാരിയച്ഛനെ സഹായിക്കാനാണെങ്കിൽ അത് നമ്മൾ ചെയ്യുന്നു. ധ്യാന കേന്ദ്രത്തിലാണെങ്കിൽ അത് നമ്മൾ ചെയ്യുന്നു. വചനപ്രഘോഷണം ആണെങ്കിൽ അത് ചെയ്യുന്നു. ദൈവം എന്തു പറയുന്നു, മധ്യസ്ഥ പ്രാർത്ഥനയാണെങ്കിൽ അത് നമ്മൾ ചെയ്യുന്നു. കർത്താവേ, ഒരു ധ്യാന കേന്ദ്രത്തിൽ പാത്രം കഴുകാനാണെങ്കിൽ അത് നമ്മൾ ചെയ്യുന്നു. ദൈവമേൽപ്പിക്കുന്ന ജോലി ചെയ്യുന്നു. അവിടെയാണ് യൗസേ പിതാവിൻ്റെ മഹത്വം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, യൗസേ പിതാവിൻ്റെ തിരുനാൾ ഞങ്ങൾ ആഘോഷിക്കുമ്പോൾ, ആ വലിയ മനുഷ്യനെ ഞങ്ങൾ ഓർക്കുമ്പോൾ, ആ മഹാവിശുദ്ധനെ ഞങ്ങൾ ഓർക്കുമ്പോൾ, അദ്ദേഹത്തിൽ നിറഞ്ഞു നിന്നിരുന്ന എല്ലാ ദൈവിക പുണ്യങ്ങളും ഞങ്ങളിലേക്ക് പകർന്നു തരാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.